നമസ്തേ, എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 5ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നേറ്റീവ് സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പോലെ ഈസിയായും സിമ്പിളായും ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഭംഗിയൊന്നും ചേർക്കാതെ തന്നെ ഒരു ഈ വേർഡ്സും അതിൻ്റെ അർത്ഥങ്ങളും പഠിച്ചെടുക്കുകയാണെങ്കിൽ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഹാഡ് എ ബാത്ത് എന്നാൽ കുളിച്ചോ എന്നാണ് അർത്ഥം. ഹാഡ് എ ബാത്ത്. അത് നമുക്ക് ഉത്തരമായിട്ട് യെസ് ഹാഡ് എന്ന് പറയാം. കുളിച്ചു. അല്ലെങ്കിൽ യെസ് ഡിഡ് എന്ന് പറയാം. എന്നാലും കുളിച്ചു എന്നർത്ഥം. ഇനി ജസ്റ്റ് ഹാഡ് എന്നാണ് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ കുളിച്ചേ ഉള്ളൂ എന്നാണ്. ഗോയിങ് ടു ഹാവ് എന്നാണ് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം കുളിക്കാൻ പോകുന്നു എന്നാണ്. നോട്ട് യെറ്റ് എന്നാണ് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതുവരെ കുളിച്ചില്ല എന്നാണ്. ഇനി യെറ്റ് ടു ഹാവ് എന്നാണ് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം കുളിക്കണം എന്നാണ്. കുളിക്കണം എന്നർത്ഥം. ഇനി ഹാവ് ഇൻ ഗുഡ് ടൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമയം കിട്ടിയില്ല എന്നാണ്. ഇനി നമുക്ക് ഈ ഹാവിന് കഴിക്കുക എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നാണ് ചോദ്യം. ഹാഡ് ലഞ്ച് എന്ന് ചോദിച്ചാൽ ലഞ്ച് കഴിച്ചോ. ഹാഡ് ഡിന്നർ കഴിച്ചോ. ഡിന്നർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. അത് സാധാരണ ഇംഗ്ലീഷുകാർ രാത്രിയാണ് കഴിക്കുക. അതുകൊണ്ട് നമുക്ക് രാത്രിയിൽ തന്നെ എടുക്കാം ഇപ്പോൾ തൽക്കാലം. ഇനി ഹാഡ് സപ്പർ എന്നാണ്. ഹാഡ് സപ്പർ അത്താഴം കഴിച്ചോ. ലൈറ്റ് മീലാണ് സപ്പർ. ശരിക്കുള്ള മീല് ഡിന്നറാണ്. ഇനി ഹാഡ് ടീ ചായ കുടിച്ചോ. ഇനി ഹാഡ് സംതിങ് എന്നോ ഹാഡ് എനിത്തിങ് എന്നോ ചോദിക്കാം. എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കാനായിട്ട്. ഇവയ്ക്കും ഇതേ ഉത്തരം തന്നെ നമുക്ക് പറയാം. യെസ് ഹാഡ് എന്ന് പറഞ്ഞാൽ കഴിച്ചു. അല്ലെങ്കിൽ യെസ് ഡിഡ് എന്ന് പറഞ്ഞാൽ കഴിച്ചു എന്നർത്ഥം. ജസ്റ്റ് ഹാഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിച്ചേ ഉള്ളൂ. ഗോയിങ് ടു ഹാവ് എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പോകുന്നു. നോട്ട് യെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ കഴിച്ചിട്ടില്ല. യെറ്റ് ടു ഹാവ് എന്ന് പറഞ്ഞാൽ കഴിക്കണം എന്നർത്ഥം. ഹാവ് ഇൻ ഗുഡ് ടൈം എന്ന് പറഞ്ഞാൽ ഇതുവരെ സമയം കിട്ടിയില്ല എന്നർത്ഥം. ഇനി ഹാവിന് ഉണ്ടോ എന്നർത്ഥമുണ്ട്. ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഹാവ് ഉപയോഗിക്കാം. ഹാവ് എനി ഐഡിയ എന്തെങ്കിലും ആശയമുണ്ടോ. ഹാവ് എനി ഹാപ്പി മെമ്മറി ഓർ സാഡ് മെമ്മറി എന്തെങ്കിലും നല്ല സന്തോഷകരമായ ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള ഓർമ്മയുണ്ടോ. ഹാവ് എനി ഡിസീസ് എന്തെങ്കിലും രോഗമുണ്ടോ. ഹാവ് എനി ഇഞ്ചറി എന്തെങ്കിലും പരിക്കുണ്ടോ. ഹാവ് എനി പെയിൻ എന്തെങ്കിലും വേദനയുണ്ടോ. വേദന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. അതുപോലെ ഹാവ് എനി പ്രോബ്ലം എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഹാവ് എനി ഡിഫിക്കൽട്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. ഓർ ഹാവ് എനി ട്രബിൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഇനി ഹാവ് എനി ലെറ്റർ കത്തെന്തെങ്കിലും ഉണ്ടോ. ഹാവ് എനി ഫോൺ കോൾ എന്തെങ്കിലും ഉണ്ടോ. ഹാവ് എനി മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ. അതുപോലെ ഹാവ് എനി ന്യൂസ് പുതിയ വാർത്ത. എനി ന്യൂസ് എന്ന് പറയാം നമുക്ക്. വാർത്ത എന്തെങ്കിലും ഉണ്ടോ. ഹാവ് എനി ഇൻഫർമേഷൻ എന്തെങ്കിലും അറിവുണ്ടോ. ഇനി ഹാവ് എനി സിംഗിൾ റൂം ഓർ ഹാവ് എനി ഡബിൾ റൂം സിംഗിൾ റൂം ഉണ്ടോ അല്ലെങ്കിൽ ഡബിൾ റൂം ഉണ്ടോ. ഇനി ഹാവ് എനി വിസിറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടോ. ഹാവ് എനി ഗസ്റ്റ് അതുപോലെ നമ്മൾ അതിഥികൾ ആരെങ്കിലും ഉണ്ടോ. ഇനി ഹാവ് എനി മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടോ. ഹാവ് എനി പാർട്ടി എന്തെങ്കിലും ഉണ്ടോ. അല്ലെങ്കിൽ ഹാവ് എനി വെഡിങ് വിവാഹം എന്തെങ്കിലും ഉണ്ടോ. ഇതിനൊക്കെ നമുക്ക് ഹാവ് ഉപയോഗിക്കാം.
ഏറെ എളുപ്പമാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ള സംഭാഷണമൊക്കെ. നമുക്ക് അതിൻ്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു സ്പോക്കൺ ഫ്രേസ് നമ്മൾ പറയാറുണ്ട്, അത് നമുക്ക് നോക്കാം. ഇതാണ് യു ഹാവ് ബീൻ ഹാഡ് എന്നാണ്. അതിന് നമ്മൾ യു ബീൻ ഹാഡ് എന്ന് ഹാവ് എന്നുള്ളത് നമുക്ക് കളയാം. യു ബീൻ ഹാഡ് എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ അർത്ഥം നിങ്ങൾ അല്ലെങ്കിൽ നീ കുടുങ്ങി എന്നാണ് അർത്ഥമുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ് യു പെയ്ഡ് സോ മച്ച് മണി. നീ അത്രയും പണം കൊടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും പണം കൊടുത്തോ എങ്കിൽ നിങ്ങൾ കുടുങ്ങി. യു ബീൻ ഹാഡ് എങ്കിൽ നിങ്ങൾ കുടുങ്ങി. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. ഓക്കെ, താങ്ക് യു.